പത്തനംതിട്ടയിലൊരു ഇഷ്യൂ കൂടി. അന്ന് മിനിസ്റ്റർ CPM-ലേക്ക് സ്വീകരണം ഒരുക്കിയ ക്ഷണിച്ച മിനിസ്റ്റർ പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുത്ത ശരൺ ചന്ദ്രനെ ഇപ്പോൾ 1 വർഷത്തേക്ക് കാപ്പ ചുമത്തി ജില്ലയിലെ നാട് കടത്തിരിക്കുകയാണ്. മിനിസ്റ്ററാണ് ഇയാളെ മാലയിട്ടുകൊണ്ട് ആ പാർട്ടി ക്ഷണിച്ചത്. അത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ അയാൾ വീണ്ടും പോലീസ് തന്നെ 1 വർഷത്തേക്ക് ജില്ലയിൽ മാറിയിരിക്കുകയാണ്. ഇത് പാർട്ടിയും പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ പരിപാടിയിലാണ് അത്. പാർട്ടിയും പാർട്ടി ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2-3 പേർക്ക് സർജിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ 14 പേരാണ് ആകെ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ളവർക്ക് പൂർണ്ണമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ സംഭവം ഉണ്ടായ ഉടനെ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും അവിടെ കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടേഴ്സിനെ കൂടാതെ അധികം ഡോക്ടേഴ്സിനെ അവിടേക്ക് നിയോഗിച്ചിരുന്നു. അതുകൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എല്ലാ യൂണിറ്റ് ചീഫുകളും ഇന്നലെ ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്ന മറ്റു യൂണിറ്റുകളിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ അവിടെ സന്നിഹിതരായിരുന്നു. അപ്പോൾ പൂർണ്ണമായി ചികിത്സ അതിൻ്റെ ഏറ്റവും നല്ല നിലയിൽ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ ഇല്ല എന്നുള്ളതാണ് സൂപ്രണ്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. 2010 കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവത്തിലാണ്. അത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. പറഞ്ഞു അർബുദം തടയുന്നതിന് ഒരു മാതൃകാപരമായ ക്യാമ്പയിൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ഏത് ഘട്ടത്തിലേക്കാണ് നടക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വർഷം 65,000-ന് മുകളിൽ, അതിൽ 65,000 മുതൽ 80,000 വരെ പുതിയ രോഗികൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. പക്ഷേ ഏറ്റവും അതിൽ പ്രധാനപ്പെട്ട കാര്യം 3-ാമത്തെയോ 4-ാമത്തെ ഫേസിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴേക്കും ക്യാൻസർ ചികിത്സ വളരെ സങ്കീർണമാകും. ഈ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആരോഗ്യപരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ടാണ് കേരളം പോലെ ആരോഗ്യ സാക്ഷരതയുള്ളൊരു സംസ്ഥാനത്ത് എന്തിനാണ് ഈ 3-ാമത്തെയും 4-ാമത്തെയും ഫേസിലേക്ക് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫെബ്രുവരി 4-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം സ്ത്രീകൾ പുതുതായി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശൈലി ആപ്പ് വഴിയുള്ള പോപ്പുലേഷൻ സ്ക്രീനിങ്ങിലും ചിലരെയൊക്കെ സംശയിച്ചിരുന്നില്ല. അവരൊക്കെ ഉൾപ്പെടെ 1 ലക്ഷത്തോളം ആളുകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലയിടത്തെങ്കിലും അവരിൽ ക്യാൻസർ പോസിറ്റീവാണ് എന്നുള്ളത്, മാലിഗ്നൻസി ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ജനകീയമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. അതിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ട്. ഇപ്പോൾ സംഘടനകളും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നലെ നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത ദിവസം ടെക്നോ പാർക്കിൽ നടക്കാൻ പോകുന്നു, ഇൻഫോ പാർക്കിൽ നടക്കാൻ പ്രത്യേക ക്യാമ്പുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജും RCC MCC ഉള്ളിടങ്ങളിലെല്ലാം തന്നെ സ്ക്രീനിങ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് ആശുപത്രികൾ, പല പ്രൈവറ്റ് ആശുപത്രികളും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. അവരെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ ആ മീറ്റിങ്ങിൽ തന്നെ അവരത് സൗജന്യമായി ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. ലാബുകൾ പകുതി റേറ്റിന് ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം പ്രൈവറ്റിന് പോകേണ്ടവർക്ക്, സർക്കാർ മേഖലയിലുള്ളവർക്ക് BPL വിഭാഗത്തിന് മുഴുവൻ അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. മാമോഗ്രാം 350 രൂപയ്ക്കാണ് ചെയ്യുന്നത്. പുറത്ത് 3000 ഒക്കെ ചെയ്യുമ്പോൾ 350 APL വിഭാഗത്തിന്, BPLന് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭയം മറികടന്നുകൊണ്ട് എല്ലാവരും ഈ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ്. ആദ്യത്തെ 1 മാസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്നാലും പുരുഷന്മാർക്ക് സ്ക്രീൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. നമുക്ക് ഈ അടുത്ത 12 മാസം, ഈ 12 മാസം അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനാണ് നടക്കുന്നത്. റാഗിംഗ് ഇഷ്യൂവിൽ നടപടി വൈകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. മന്ത്രിക്കെതിരെ, ആരോഗ്യമന്ത്രിക്കെതിരെ അദ്ദേഹം സ്ഥിരം നടത്തുന്ന രൂക്ഷ വിമർശനം ഇന്ന് നടത്തി. അല്ല, പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ലേ പറയുള്ളൂ. അദ്ദേഹം മറിച്ച് പറയുമെന്ന് നമുക്കിപ്പോൾ കരുതാൻ വയ്യല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കേരളത്തിന് ഒരു മനസ്സാണ്. ഒരു അമ്മയുടെയോ ഒരു അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് ഇത് സഹിക്കുന്നത്, ഇതെങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതെങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു വിവരം ഒരു പേരൻ്റ് വഴിയാണ് കോളേജിൽ അറിഞ്ഞത്, സ്കൂളിൽ അറിഞ്ഞത് എന്നുള്ളതാണ് DME എന്നെ അറിയിച്ചിട്ടുള്ളത്. ആ നിമിഷം തന്നെ ഈ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. സസ്പെൻഡ് ചെയ്തു, പോലീസിലും റിപ്പോർട്ട് ചെയ്തു. അതായത് ഈ നഴ്സിംഗ് സ്കൂളിൽ നിന്ന് പോലീസിലും റിപ്പോർട്ട് ചെയ്തു, പേരൻസും പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റൊരു കുട്ടിയുടെ പേരൻ്റ് വഴി അറിഞ്ഞു എന്നുള്ളതാണ് DME റിപ്പോർട്ട്, ആദ്യമായി പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതായത് ആദ്യം സ്വീകരിക്കേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, അവരെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
അതിനെന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം അത് ചെയ്യണം. കാരണം ഈ പറഞ്ഞതുപോലെ ഇത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്, അതിക്രൂരമാണ്. പരമാവധി ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.